ഇപ്പൊ അടുത്തടുത്ത് ഇറങ്ങുന്ന മദ്ഹ് ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ ബേജാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആരാണ്? സാധാരണ സ്ത്രീകളാണോ അവർ? ഖുർആൻ തന്നെ അവർക്ക് ബഹുമാനം കൽപ്പിച്ചിട്ടല്ലേ പറയണത്? അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണെന്നല്ലേ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചെന്നത്? ഖദീജ ബീവിയും നബി തങ്ങളും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ച് പറയുന്ന പാട്ടിൽ എന്തെല്ലാം ഖദീജ ബീവിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെക്കന്മാര്. മദ്ഹ് ഗാനം എഴുതാൻ ആരെങ്കിലൊക്കെ റെഡിയാകുമ്പോ നന്നായിട്ട് മതം പഠിക്കാതെ ഒരു മദ്ഹ് ഗാനം എഴുതാൻ നിൽക്കരുത്. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള വിവാഹം മദ്ഹായിട്ടാണ് നീ എഴുതുമെങ്കിൽ അത് മദ്ഹാവണം. ഈ പെണ്ണിനെ പുകഴ്ത്തുന്ന പാട്ടുകളുണ്ടല്ലോ, വേറെന്തെങ്കിലും അർത്ഥത്തിൽ കേൾക്കുമ്പോൾ ഒരു രസക്കുറവ് ഫീൽ ചെയ്യുന്നത് ഒരു നിലക്കും നമ്മൾ ഇന്ന് സംഭവിച്ചു പോകരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞാൻ ജീവിച്ചിനെങ്കിൽ സ്വഹാബിയാവുന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ. ഷെഹറാനി ഇമാം പറയുന്നുണ്ട് ചിലപ്പോൾ മിക്കവാറും ഉത്തുബത്ത ഷൈബത്താറ്റാവാൻ സാധ്യത ഉണ്ട്. നീ എപ്പോഴും വിചാരിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ഈ കാലത്ത് ജീവിക്കുകയും ആ കാലത്ത് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് അല്ലാഹു ഈമാൻ തന്നല്ലോ എന്നാണ് നീ വിശ്വസിക്കേണ്ടത്. അതിലാണ് നീ അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്. കാരണം സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ പലരുടെയും പാട്ട് കേൾക്കുമ്പോൾ തോന്നും സ്വഹാബത്ത് ആ കാലത്ത് ജീവിച്ചുകൊണ്ട് സ്വഹാബിയായി. നമ്മളൊക്കെ ആ കാലത്തുണ്ടെങ്കിൽ ഇതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ സ്വഹാബിമാരാകും എന്നൊരു ലിബറൽ ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ചക്ക വീണത് കൊണ്ടും അയല് കിട്ടിയതാണ് അല്ല, അത് സ്വഹാബത്തിനെ ചെറുതാക്കുന്ന പരിപാടിയാണ്. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ? ലോകത്തെ എല്ലാ ആൾക്കാരുടെയും ഹൃദയങ്ങൾ വളരെ സൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിച്ച് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോളോവേഴ്സായി, കമ്പാനിയൻസായി, സ്വഹാബത്തായി അള്ളാഹു കൊടുത്തതാണ്. അവരുടെ ഖുവ്വത്തുൽ ഈമാൻ കൊണ്ടാണ് അവർ സ്വഹാബിമാരാവുന്നത്. താബീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഖുവ്വത്തുൽ അമൽ കൊണ്ടാണ് അവർ താബീങ്ങളാവുന്നത്. നമ്മളെങ്ങനെ അതാവുക? ഞാൻ ആ കാലത്ത് ജീവിച്ചെങ്കിൽ എന്നൊരു മഹബത്തിന്റെ ആംഗിളിൽ നിന്നുള്ള ചില വർത്തമാനങ്ങൾ ഇബാറത്തും കിതാബും കാണാത്തത് കൊണ്ടല്ല ഞാൻ പറയണത്. ലിബറൽ വൽക്കരിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത്, അതാണ് ഈമാനിന്റെ റൂഹ്.